ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുബിനാണ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് പുൽക്കൂട് വയ്ക്കാം. ക്രിസ്മസ് വരികയാണ്. പുൽക്കൂടും ബാക്കി സ്റ്റാറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാർ നമ്മൾ ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുൽക്കൂട് ഇവിടെയാണ്. ഇവിടെ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറ്റണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനൊന്ന് വിരിക്കാം. ഇനി നമ്മുടെ പുൽക്കൂട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് തന്നെയാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മേളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അതിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന്. ഒരു വർഷത്തിന് മുന്നേ വെച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സാധനം മുകളിലുണ്ട്. എല്ലാ വർഷത്തെ പോലെ തന്നെ അത് മുകളിലിരിക്കുകയാണ്. ഇതിനകത്തായിരിക്കും ഇതിൻ്റെ ബാക്കി പ്രതിമയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കണം. ഇനി സ്റ്റാർ നമ്മൾ ആൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ തന്നെ ഏകദേശം പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് പോകാൻ ആവശ്യമില്ല. ബാക്കി വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അത് എടുക്കാം. അതാണ് ടാസ്ക്. അപ്പോൾ ഇതെടുക്കണമെങ്കിൽ ലാഡർ ആവശ്യമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ കിട്ടി എടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മളത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിലെ പുല്ലും കാര്യങ്ങളും ബാക്കിയും സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത പണി ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വർഷം വച്ചിരുന്ന പോലെ തന്നെ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ LED ബൾബ്, ഇതിപ്പോൾ ഏകദേശം 500 ബൾബോളം വരും. ഇത് ഏകദേശം 3 വർഷമായി. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ഈ വർഷം കൊടുത്ത് നോക്കിയില്ല, നോക്കാം. അതുപോലെ തന്നെ വൈക്കോലും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ റിസ്ക് എടുക്കാനായിട്ടില്ല. പക്ഷേ നമുക്ക് പുൽക്കൂടിന് പുല്ല് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിപ്പം ലഭ്യത കുറവുണ്ട്. നമുക്ക് പോയി പറിക്കണം. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഈ സമയത്ത് പോകുമ്പോൾ തന്നെ ഏകദേശം തീർന്ന് കാണും. അതുകൊണ്ട് തന്നെ ഇത് വൈക്കോലാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിനകത്താദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പുല്ല് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇതിൻ്റെ റൂഫും ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സൈഡാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല. അതിനൊരു ഡിസൈൻ പോലെ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ള വൈക്കോലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പ്രതിമയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉണ്ണീശു. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പുല്ല് അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതുവരെ കൊണ്ടുവച്ച് എത്തിച്ചിട്ടുണ്ട്. കാണാൻ പറ്റും. നമ്മുടെ റൂഫിൻ്റെ ഏകദേശം മേൽക്കൂരാണ്. ഇനി കുറച്ച് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. അതാണ്. അപ്പോൾ നമുക്കിനി ഇവരെയൊക്കെ നമുക്ക് പുൽക്കൂടിനകത്തേക്ക് എടുത്തു വയ്ക്കാം.
ഇപ്പം നോക്കൂ, കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. സീറോ സെറ്റൊക്കെ ഇട്ടപ്പോഴേ ഇത് 500 ബൾബുണ്ട് ഗൈസ്. അപ്പോൾ നല്ല നീളവും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇത്ര ചെയ്യാനായിട്ടുള്ള ഇതുള്ളൂ. രാത്രി കുറച്ചുകൂടെ സെറ്റായിരിക്കും. ഇനി നമുക്ക് സ്റ്റാറാണ് ഇടാനുള്ളത്. അപ്പോൾ സ്റ്റാർ നമുക്ക് ഏകദേശം നമ്മുടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വരുമായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ പുതിയ സ്റ്റാർ വാങ്ങിയിട്ട് വരുമായിരുന്നു. ഇത് ഇപ്പോൾ 2 വാൽ നക്ഷത്രം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാൽ നക്ഷത്രവും ബാക്കി 2 സ്റ്റാറാണ് നോക്കുന്നത്. 3 വാൽ നക്ഷത്രം തന്നെ ഇടാൻ തീരുമാനിച്ചു. ഇത് മതിയാകും, കാരണം ഇതാണ് കൂടുതലുള്ളത്. ഹലോ ഗൈസ്, ഓരോരുത്തരും അഭിപ്രായം പറയുന്നത് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാറിനുള്ള ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇടാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ ഒരു ബൾബ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർ തുടച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തുടയ്ക്കാൻ എന്താ തുടച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പൊടി ഇപ്പം തുടച്ചു തരാമെന്നാണ് പറഞ്ഞു. അപ്പൊ അതിന്റെ 2 അഭിപ്രായം പറ. ഒരാള് കൊള്ളൂലെന്ന് പറഞ്ഞു, ഒരാള് കൊള്ളാൻ. ഹലോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇത്തവണത്തെ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ലോങ് വീഡിയോസ് കുറച്ചാണ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് 2025 വർഷത്തെ ക്രിസ്മസ് ആശംസകൾ.